സംസ്ഥാന സർക്കാരിന് വീണ്ടും കീറാമുട്ടിയാവുകയാണ് ശബരിമല സ്ത്രീ പ്രവേശനം. പുനഃപരിശോധനാ ഹർജിയുടെ വാദത്തിന് സുപ്രീംകോടതി നിർദ്ദേശിച്ച സമയക്രമം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ്. നിർണായക തെരഞ്ഞെടുപ്പിനിടെ സംസ്ഥാന സർക്കാർ മലക്കം മറിയുമോ? ഇന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞ പോലെ ഇതുവരെ സ്ത്രീ പ്രവേശനം വേണം എന്നതായിരുന്നു. തുടർന്നും നിലപാട് എന്നാണിനി അറിയാനുള്ളത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നത്. മെയ്യിൽ സുപ്രീം കോടതി വേനലവധിക്ക് പോകുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ വിധി പ്രസ്താവമുണ്ടാവാം. വിധി ഏത് തരത്തിലായിരുന്നാലും ആ നിലപാടുകൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നത്. കേന്ദ്രം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ വിധി പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ്. അതായത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് എന്നുള്ള സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്. കേരളം എന്തു പറയും? ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ മുന്നിൽ സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നിശ്ചിത പ്രായപരിധിക്കുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല എന്നുള്ളത്. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ നിലപാട് മാറ്റുമോ? ഭരണഘടനയുടെ ധാർമ്മികതയെക്കുറിച്ച് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ച് ലോകത്തുള്ള എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ആ നിലയ്ക്ക് ഭരണഘടനാ തത്വങ്ങളെ മറികടന്നുകൊണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത്, ആചാരങ്ങൾക്കാണ് മുൻഗണന എന്നുള്ളൊരു നിലപാട് ഇടതുമുന്നണി സർക്കാർ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തങ്ങളുടെ നിലപാട് രേഖാമൂലം നൽകണം. എന്ത് നിലപാടെടുത്താലും അത് വലിയ ചർച്ചകൾക്ക് വിധേയമാകും എന്നുള്ള കാര്യം സംശയമില്ല. 2018 സുപ്രീം കോടതി വിധിയെ തുടർന്ന് 2 സ്ത്രീകളെ ശബരിമലയിൽ എത്തിച്ച നടപടി വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് കാരണവും അതുതന്നെയായിരുന്നു. തുടർന്ന് നിലപാടുകളിൽ മാറ്റം വന്നു, കാർക്കശ്യം വിട്ടു, വീടുകൾ കയറിയിറങ്ങിയുള്ള നിലപാട് തിരുത്തൽ. ഏറ്റവും ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമം വരെ നടത്തി CPM-ഉം ഇടതുമുന്നണി സർക്കാരും നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു. ഇനി അങ്ങോട്ട് വിശ്വാസവും ആചാരവും ഒക്കെ ആയിരിക്കുമോ സർക്കാരിൻ്റെ നിലപാട്? വരും ദിവസങ്ങളിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.